ഓം ശാന്തി. 10/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര തികച്ചും ഗുപ്തമാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ മുക്തിധാമത്തിലേക്ക് പോകുന്നതിൻ്റെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദ്യം: സ്ഥൂലവതനവാസിയിൽ നിന്നും സൂക്ഷ്മവതനവാസിയായ ഫരിസ്തയാകാനുള്ള പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: സൂക്ഷ്മവതനവാസിയായ ഫരിഷ്തയാകണമെങ്കിൽ ആത്മീയ സർവീസിൽ എല്ലുകൾ സ്വാഹ ചെയ്യൂ. എല്ലുകൾ സ്വാഹ ചെയ്യാതെ ഫരിഷ്തയാകുവാൻ സാധിക്കില്ല. ഫരിഷ്ത എല്ലും മാംസവും ഇല്ലാത്തതാണ്. ഈ പരിധിയില്ലാത്ത സേവനത്തിൽ ദദീജി ഋഷിയെ പോലെ എല്ലുകൾ വിനിയോഗിക്കണം. അപ്പോൾ വ്യക്തത്തിൽ നിന്നും അവ്യക്തമാകും. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനസ്സേ. ഓം ശാന്തി. കുട്ടികൾക്ക് ഈ ഗീതത്തിലൂടെ സൂചന ലഭിച്ചു. ക്ഷമയോടെ ഇരിക്കൂ. കുട്ടികൾക്കറിയാം, നമ്മൾ ശ്രീമത്തനുസരിച്ച് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഗുപ്ത യോഗത്തിൻ്റെ യാത്രയിലാണ് എന്നതും അറിയാം. ആ യാത്ര അതിൻ്റെ സമയത്ത് തന്നെ പൂർത്തിയാകേണ്ടതുണ്ട്. മുഖ്യമായത് തന്നെ ഈ യാത്രയാണ്. അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. തീർച്ചയായും യാത്ര പോകേണ്ടതുണ്ട്. കൊണ്ടുപോകുന്ന വഴികാട്ടിയും ആവശ്യമാണ്. ഇതിന് പേര് തന്നെ വച്ചിരിക്കുന്നത് പാണ്ഡവസേന എന്നാണ്. ഇപ്പോൾ യാത്രയിലാണ്. സ്ഥൂലമായ യുദ്ധത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഓരോ കാര്യവും ഗുപ്തമാണ്. യാത്രയും വളരെ ഗുപ്തമാണ്. ശാസ്ത്രങ്ങളിലുമുണ്ട്. ബാബു പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ എൻ്റെ അടുക്കൽ എത്തിച്ചേരും. ഇത് യാത്രയായല്ലോ. ബാബ സർവശാസ്ത്രങ്ങളുടെയും സാരം പറഞ്ഞു തരുന്നു. പ്രാക്ടിക്കലിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു. ആത്മാക്കളായ നമുക്ക് യാത്ര പോകേണ്ടതുണ്ട് തൻ്റെ നിർവാണധാമത്തിലേക്ക്. ചിന്തിക്കൂ, അപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് മുക്തിധാമത്തിലേക്കുള്ള സത്യമായ യാത്ര. നമ്മൾ മുക്തിധാമിലേക്ക് പോയെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ യാത്ര ചെയ്യുന്നതിനായി ആരെങ്കിലും മുക്തിധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു തരണം. പക്ഷേ ബാബ തൻ്റെ സമയമാകുമ്പോൾ സ്വയം വരുന്നു. ആ സമയത്തെ ആരും അറിയുന്നില്ല. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ടാകുന്നു, തീർച്ചയായും ഇതാണ് സത്യമായ യാത്ര. ഇത് പാടപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ ഈ യാത്ര പഠിപ്പിച്ചിരുന്നു. മന്മന ഭവ മധ്യാജി ഭവ. ഈ വാക്കുകളും നിങ്ങൾക്ക് വളരെ ഉപയോഗമുള്ളതാണ്. കേവലം ആരാണ് പറഞ്ഞത് എന്നതിൽ തെറ്റ് വരുത്തിയിരിക്കുന്നു. പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ സംബന്ധങ്ങളെ മറക്കൂ. ഇദ്ദേഹത്തിന്, അതായത് ബ്രഹ്മബാബയ്ക്കും ദേഹമുണ്ട്. വിചിത്രവും ചിത്രവും, അതായത് ജീവും ആത്മാവും കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മനുഷ്യ സ്വരൂപം. ബാബ വിചിത്രമാണ്. മനസ്സിലാക്കിച്ചു തരുന്നു, എനിക്ക് ഈ ചിത്രത്തിൻ്റെ, അതായത് ശരീരത്തിൻ്റെ ആധാരം എടുക്കേണ്ടി വരുന്നു. തീർച്ചയായും ശാസ്ത്രങ്ങളിലുണ്ട്. മഹാഭാരതം യുദ്ധം നടന്നിരുന്നപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും രാജധാനി സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാജധാനിയില്ല. രാജയോഗം ഭഗവാൻ പഠിപ്പിച്ചിരുന്നു പുതിയ ലോകത്തിനു വേണ്ടി. കാരണം
വിനാശം മുന്നിൽ നിൽക്കുകയായിരുന്നു. സ്വർഗത്തിന്റെ സ്ഥാപനം ഉണ്ടായി എന്നിരിക്കെ ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ലക്ഷ്മി നാരായണന്റെ രാജ്യം സ്ഥാപിതമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, സത്യയുഗം ഉണ്ടായിരുന്നു, ഇപ്പോൾ കലിയുഗമാണ്. വീണ്ടും ബാബ അതേ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുവാൻ എന്ന് ആർക്കും തന്നെ പറയുവാൻ സാധിക്കില്ല. പരംപിത പരമാത്മാവിന് തന്നെയാണ് ബ്രഹ്മാവിലൂടെ പറയുവാൻ സാധിക്കുന്നത്. മറ്റാരിലൂടെയും പറയുവാൻ സാധിക്കില്ല. സൂക്ഷ്മവദനത്തിൽ തന്നെയാണ് ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. ബ്രഹ്മാവിനെ കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. അതാണ് അവ്യക്ത ബ്രഹ്മാവ്, ഇതാണ് വ്യക്തം. നിങ്ങളിപ്പോൾ ഫരിഷ്തയാകുന്നു. ഫരിഷ്ത സ്ഥൂലവദനത്തിൽ ഉണ്ടായിരിക്കുന്നില്ല. ഫരിഷ്തകൾക്ക് എല്ലും മാംസവും ഒന്നുമില്ല. ഇവിടെ ഈ ആത്മീയ സർവീസിൽ എല്ലും മറ്റും എല്ലാം സമാപ്തമാക്കുന്നു, പിന്നെ ഫരിഷ്തയായി മാറുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലുകളുണ്ടല്ലോ. തൻ്റെ എല്ലുകളും സർവീസിനായി നൽകി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതായത് തൻ്റെ എല്ലുകൾ സമാപ്തമാക്കുന്നു. സ്ഥൂലവദനത്തിൽ നിന്നും സൂക്ഷ്മവദനവാസിയാകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ എല്ലുകൾ നൽകി സൂക്ഷ്മമായി മാറുന്നു. ഈ സർവീസിൽ എല്ലാം സ്വാഹ ചെയ്യണം. ഓർമ്മയിൽ ഇരുന്നിരുന്ന് നമ്മൾ ഫരിഷ്തയായി മാറും. മൃഗത്തിന് മരണം, വേടന് ഇര എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. വേടൻ എന്ന ഫരിഷ്തയാണ് പറയുന്നത്. നിങ്ങൾ മനുഷ്യനിൽ നിന്നും ഫരിഷ്തയാകുന്നു. നിങ്ങളെ ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് ശരീരമുണ്ടല്ലോ. സൂക്ഷ്മവദനത്തിന്റെ വർണ്ണന ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. യോഗത്തിലിരുന്ന് പിന്നെ ഫരിഷ്തയായി മാറുന്നു. പിന്നീട് നിങ്ങൾ ഫരിഷ്തയായി മാറും. നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും, സന്തോഷവും ഉണ്ടായിരിക്കും. മനുഷ്യരെല്ലാം കാലന്റെ ഇരയാകും. നിങ്ങളിൽ ആരാണോ മഹാവീരൻ അവർ ഇളകാത്തവരായിരിക്കും. ബാക്കി എന്തെല്ലാമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുക? വിനാശത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടാവുക തന്നെ വേണമല്ലോ. അർജുനന് വിനാശത്തിന്റെ സാക്ഷാത്കാരമുണ്ടായി. ഒരു അർജുനന്റെ കാര്യമല്ല, കുട്ടികളായി നിങ്ങൾക്ക് വിനാശത്തിന്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരമുണ്ടാകുന്നു. ആദ്യം ബാബയ്ക്കും, അതായത് ബ്രഹ്മാവിനും വിനാശത്തിന്റെ സാക്ഷാത്കാരമുണ്ടായി. ആ സമയം ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. സൃഷ്ടിയുടെ വിനാശം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് കണ്ടു. പിന്നെ ചതുർഭുജത്തിന്റെ സാക്ഷാത്കാരമുണ്ടായി. ഇത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങി. വിനാശത്തിനു ശേഷം ഞാൻ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. അപ്പോൾ സന്തോഷം വന്നു. ഇപ്പോൾ ഈ ലോകം അറിയുന്നില്ല വിനാശം നല്ലതാണ് എന്ന്. ശാന്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. എന്നാൽ ഒടുവിൽ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. പതീത പാവന വരൂ എന്ന് ഓർമ്മിക്കുന്നു. അപ്പോൾ ബാബ തീർച്ചയായും വരും, വന്ന് പാവന ലോകം സ്ഥാപിക്കും. അതിൽ നമ്മൾ രാജ്യം ഭരിക്കും. ഇത് നല്ലതാണല്ലോ. പതീത പാവനെ എന്തിനാണ് ഓർമ്മിക്കുന്നത്? കാരണം ദുഃഖമുണ്ട്. പാവന ലോകത്തിൽ ദേവതമാരാണ് ഉള്ളത്. പതീത ലോകത്തിൽ ദേവതമാരുടെ പാദം വരിക സാധ്യമല്ല. അപ്പോൾ തീർച്ചയായും പതീത ലോകത്തിന്റെ വിനാശം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മഹാവിനാശം നടന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം എന്തുണ്ടാകുന്നു? ഒരു ധർമ്മത്തിന്റെ സ്ഥാപന, അതും ഇങ്ങനെ ഉണ്ടാകുമല്ലോ. ഇവിടെ നിന്നും രാജയോഗം പഠിക്കും. വിനാശമുണ്ടാകും. ബാക്കി ഭാരതത്തിൽ ആരായിരിക്കും അവശേഷിക്കുക? ആരാണോ രാജയോഗം പഠിക്കുന്നത്, നോളജ് നൽകുന്നത്, അവർ തന്നെ അവശേഷിക്കും. സർവരുടെയും വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പതീത പാവനെ വിളിക്കുന്നു. ആ ഒന്ന് വരുമ്പോൾ സന്തോഷം ഉണ്ടാകേണ്ടതല്ലേ? ബാബു പറയുന്നു,
വികാരങ്ങളിൽ പോകാതിരിക്കൂ. ഈ വികാരങ്ങളുടെ മേൽ ജയം നേടൂ, അഥവാ ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം മാറും. ഭാരതത്തിന്റെ ഗ്രഹണം തീർച്ചയായും മാറുന്നു. കറുപ്പിൽ നിന്നും വെളുപ്പാകേണ്ടതുണ്ട്. സത്യയുഗത്തിൽ പവിത്ര ദേവതമാരുണ്ടായിരുന്നു. അവർ തീർച്ചയായും ഇവിടെയായിരിക്കും ആയിട്ടുണ്ടാവുക. നിങ്ങൾക്കറിയാം, നമ്മൾ ശ്രീമത്തിലൂടെ നിർവികാരിയാകുന്നു. ഭഗവാൻ ഉവാച, ഇത് ഗുപ്തമാണ്. ശ്രീമത്തനുസരിച്ച് നടന്ന് നിങ്ങൾ ചക്രവർത്തി പദം നേടുന്നു. ബാബ പറയുന്നു, നിങ്ങൾക്ക് നരനിൽ നിന്നും നാരായണനാകേണ്ടതുണ്ട്. സെക്കൻഡിൽ രാജപദം ലഭിക്കുക സാധ്യമാണ്. തുടക്കത്തിൽ പെൺകുട്ടികൾ 4-5 ദിവസം വരെയും വൈകുണ്ഠത്തിൽ പോയിരിക്കുമായിരുന്നു. ശിവബാബ വന്ന് കുട്ടികൾക്ക് വൈകുണ്ഠത്തിൻ്റെയും സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുമായിരുന്നു. ദേവതമാർ വരുമായിരുന്നു. എത്ര മാന്യതയോടെ, അന്തസ്സോടെ കുട്ടികൾക്ക് മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. തീർച്ചയായും ഗുപ്തവേഷത്തിൽ വരുന്ന ബാബ നമുക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വരുന്നു. ബ്രഹ്മാവിന്റെ ശരീരം ഇവിടെയാണല്ലോ വേണ്ടത്. പ്രജാപിത ബ്രഹ്മാവിലൂടെ സ്ഥാപന. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആര് വന്നാലും അവരോട് ചോദിക്കൂ, ആരുടെ അടുത്തേക്കാണ് വരുന്നത്? ബി കേസിന്റെ അടുക്കൽ. ശരി, ബ്രഹ്മാവിന്റെ പേര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രജാപിതാവുണ്ടല്ലോ. നമ്മൾ എല്ലാവരും വന്ന് ആ ഒന്നിൻ്റേത് ആയിരിക്കുന്നു. തീർച്ചയായും മുൻപും ആയിരുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന. അപ്പോൾ കൂടെ ബ്രാഹ്മണരും ആവശ്യമാണ്. ബാബ ബ്രഹ്മാവിലൂടെ ആരെയാണ് മനസ്സിലാക്കിക്കുന്നത്? ശൂദ്രരെ മനസ്സിലാക്കിക്കില്ല. ഇതാണ് ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണർ. ശിവബാബ ബ്രഹ്മാവിലൂടെ നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു. ബ്രഹ്മകുമാർ കുമാരിമാർ എത്ര അനേകമുണ്ട്, എത്ര സെന്റേഴ്സ് ഉണ്ട്. എല്ലാത്തിലും ബ്രഹ്മകുമാരിമാർ പഠിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ദാതയുടെ സമ്പത്ത് ലഭിക്കുന്നു. ഭഗവാൻ ഉവാച, നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ആ ഒന്ന് നിരാകാരനായത് കാരണം ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആധാരം സ്വീകരിച്ച് നമ്മളെ നോളജ് കേൾപ്പിക്കുന്നു. എല്ലാവരും പ്രജാപിതാവിന്റെ കുട്ടികളായിരിക്കുന്നുവല്ലോ. നമ്മളാണ് പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ. ശിവ് ബാബയാണ് ദാദ. ആ ഒന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ദാദായിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മാവിലൂടെ. ഈ ലക്ഷ്മി നാരായണൻ രണ്ടുപേരും സ്വർഗത്തിന്റെ അധികാരികളാണല്ലോ. ഭഗവാൻ എന്നത് ഒരേ ഒരു ഉയർന്നതിലും ഉയർന്ന നിരാകാരൻ തന്നെയാണ്. കുട്ടികൾക്ക് വളരെ നല്ല ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഭക്തിമാർഗത്തിൽ 2 അച്ഛനുണ്ട്. സ്വർഗത്തിലുള്ളത് ഒരച്ഛനാണ്. പാരലൗകിക പിതാവിലൂടെ ചക്രവർത്തി പദം ലഭിച്ചു എങ്കിൽ പിന്നെ എന്തിനു ഓർമ്മിക്കണം? ഓർമ്മിക്കേണ്ടി വരാൻ ദുഃഖമേ ഇല്ല. ദുഃഖഹർത്ത സുഖകർത്ത എന്ന് പാടുന്നുണ്ടല്ലോ. ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവൻ. അത് ഇപ്പോഴത്തെ കാര്യമാണ്. എന്താണോ പാസ്റ്റ് ആകുന്നത് അതിൻ്റെ മഹിമയുണ്ടാകുന്നു. മഹിമയുള്ളത് ഒന്നിൻ്റേതാണ്. ആ ഒരു ബാബ തന്നെ വന്ന് പതിതരെ പാവനമാക്കുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അവരാണെങ്കിൽ പാസ്റ്റിലെ കഥ ഇരുന്ന് എഴുതുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും ബാബ രാജയോഗം പഠിപ്പിച്ചു. അതിലൂടെ ചക്രവർത്തി പദം ലഭിച്ചു. 84ന്റെ ചക്രം കറങ്ങി. ഇപ്പോൾ വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ 21 ജന്മം രാജ്യം ഭരിക്കും. ഇങ്ങനെയുള്ള ദേവതയായി മാറും. ഇങ്ങനെ കഴിഞ്ഞ കൽപ്പത്തിലുമായിരുന്നു. നമ്മൾ പൂർണ്ണമായും
84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും സത്യയുഗത്തിലും ത്രേതായിലേക്കും പോകും. അതിനാലാണ് ബാബ ചോദിക്കുന്നത്, മുൻപ് എത്ര തവണ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന്. ഇത് പ്രാക്ടിക്കൽ കാര്യമാണല്ലോ. പുതിയതായി ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും 84ന്റെ ചക്രമുണ്ട് എന്നത് മനസ്സിലാക്കും. ആരാണോ ആദ്യമേ ഉള്ളവർ അവർക്ക് തന്നെയായിരിക്കും മുഴുവൻ ചക്രവും ഉണ്ടായിരിക്കുക. ബുദ്ധിയിലൂടെ കാര്യം മനസ്സിലാക്കണം. ഈ കെട്ടിടത്തിൽ, ഈ ഡ്രസ്സിൽ ബാബ നമ്മൾ അങ്ങേയുമായി അനേകം തവണ കണ്ടുമുട്ടിക്കൊണ്ടുമിരിക്കും. പതിതത്തിൽ നിന്നും പാവനവും പാവനത്തിൽ നിന്നും പതിതവും ആയിക്കൊണ്ട് തന്നെയിരുന്നു. ഏതെങ്കിലും വസ്തു സദാ പുതിയതായിരിക്കുക എന്നത് സാധ്യമല്ല. തീർച്ചയായും പഴയതാകുന്നു. ഓരോ വസ്തുവും സതോ രജോ തമോയിൽ വരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, പുതിയ ലോകം വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സ്വർഗം എന്ന് പറയുന്നു. ഇതാണ് നരകം, അതാണ് പാവന ലോകം. വളരെ പേർ വിളിക്കുന്നു, ഹേ പതീത പാവന, നമ്മെ വന്ന് പാവനമാക്കി മാറ്റൂ. കാരണം ദുഃഖം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ തന്നെയാണ് പൂജ്യരായിരുന്നത്, പിന്നെ പൂജാരിയായിരിക്കുന്നത്. ദ്വാപരയിൽ പൂജാരിയായി അനേകം ധർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. തീർച്ചയായും പതിതത്തിൽ നിന്നും പാവനവും പാവനത്തിൽ നിന്നും പതീതവുമായിക്കൊണ്ടിരുന്നു. ഭാരതത്തിൽ തന്നെയാണ് കളിയുള്ളത്. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ സ്മൃതി വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ശിവജയന്തി ആഘോഷിക്കുന്നു. മറ്റാരും ശിവനെ അറിയുന്നില്ല, നമ്മൾ അറിയുന്നുണ്ട്. തീർച്ചയായും നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നു. ബ്രഹ്മാവിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ആരാണോ യോഗം പഠിക്കുന്നത്, സ്ഥാപന ചെയ്യുന്നത്, അവർ തന്നെ പിന്നീട് രാജ്യഭാഗ്യം നേടും. നമ്മൾ പറയുന്നു, തീർച്ചയായും നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ ബാബയിൽ നിന്നും ഈ രാജയോഗം പഠിച്ചിട്ടുണ്ട്. ബാബ മനസ്സിലാക്കി തന്നു. ഇപ്പോൾ ഈ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാകുന്നു. വീണ്ടും പുതിയ ചക്രം തിരിയേണ്ടതുണ്ട്. ചക്രത്തെയും അറിയേണ്ടതാണല്ലോ. ഈ ചിത്രങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇത് തികച്ചും സഹജമായ കാര്യമാണ്. തീർച്ചയായും ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമാണ്. കേവലം അവർ മനസ്സിലാക്കുന്നു, കലിയുഗം ഇപ്പോഴും ശിശുവാണ്. നിങ്ങൾ പറയുന്നു, ഇത് കലിയുഗത്തിന്റെ അന്ത്യമാണ്, ചക്രം പൂർത്തിയാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ വരുന്നു പതീത ലോകത്തെ പാവനമാക്കുവാനായി. നിങ്ങൾക്കറിയാം, നമുക്ക് പാവന ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ മുക്തിയും ജീവൻ മുക്തിധാമവും ശാന്തിധാമവും സുഖധാമവും ദുഃഖധാമവും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യത്തിലില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ സുഖധാമത്തിലേക്ക് പോയിക്കൂടാ എന്ന് ചിന്തിക്കുന്നില്ല. തീർച്ചയായും നമ്മൾ ആത്മാക്കളുടെ വീട് ആ ശാന്തിധാമമാണ്. അവിടെ ആത്മാവ് ഓർഗൻസ് ഇല്ലാത്തത് കാരണം ഒന്നും സംസാരിക്കുന്നില്ല. ശാന്തി അവിടെ എല്ലാവർക്കും ലഭിക്കുന്നു. സത്യയുഗത്തിലുള്ളത് ഒരു ധർമ്മമാണ്. ഇത് അനാദി അവിനാശി വേൾഡ് ഡ്രാമയാണ്. അത് ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് ഒരിക്കലും വിനാശമാകുന്നില്ല. ശാന്തിധാമത്തിലും അല്പം സമയം നിൽക്കേണ്ടി തന്നെ വരും. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കലിയുഗമാണ് ദുഃഖധാമം. എത്ര അനേകം ധർമ്മങ്ങളുണ്ട്, എത്ര കോലാഹലങ്ങളാണ്. എപ്പോഴാണോ തീർത്തും ദുഃഖധാമമാകുന്നത്, അപ്പോൾ തന്നെയാണ് ബാബ വരുന്നത്. ദുഃഖധാമത്തിനു ശേഷമുള്ളത് ഫുൾ സുഖധാമമാണ്. ശാന്തിധാമത്തിൽ നിന്നും നമ്മൾ സുഖധാമത്തിലേക്ക് വരുന്നു.
പിന്നെ ദുഃഖധാമം ഉണ്ടാകുന്നു. സത്യയുഗത്തിൽ സമ്പൂർണ്ണ നിർവികാരിയാണ്. ഇവിടെയാണ് സമ്പൂർണ്ണ വികാരി. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണല്ലോ. ധൈര്യം ആവശ്യമാണ്. എവിടെയും പോയി മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഹനുമാൻ സത്സംഗത്തിൽ പിന്നിൽ ചെരുപ്പുകളിൽ പോയി ഇരിക്കുമായിരുന്നു എന്നതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആരാണോ മഹാവീരൻ അവർ എവിടെയും പോയി അവിടെ എന്താണ് പറയുന്നത് എന്ന് നോക്കട്ടെ എന്ന് യുക്തിയോടെ കേൾക്കും. നിങ്ങൾക്ക് വസ്ത്രം മാറ്റി എവിടെയും പോകുവാൻ സാധിക്കും, അവരുടെ മംഗളം ചെയ്യുന്നതിനായി. ബാബയും ഗുപ്തവേഷത്തിൽ നിങ്ങളുടെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ക്ഷേത്രങ്ങളിലും എവിടെയെങ്കിലും ക്ഷണം ലഭിക്കുകയാണെങ്കിൽ പോയി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ദിനം പ്രതിദിനം നിങ്ങൾ സമർത്ഥരായിക്കൊണ്ടിരിക്കുന്നു. സർവർക്കും ബാബയുടെ പരിചയം നൽകുക തന്നെ വേണം. ട്രയൽ നടത്തേണ്ടതുണ്ട്. പിന്നീട് സന്യാസിമാരും രാജാക്കന്മാരും മറ്റും വന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ജനക രാജാവിന് സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിച്ചു. ആ ഒന്ന് പിന്നെ പോയി ത്രേതായിൽ അഞ്ജനകൻ ആയി. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അന്തിമ വിനാശത്തിൻ്റെ സീൻ കാണുന്നതിനായി തൻ്റെ സ്ഥിതി മഹാവീരനെ പോലെ നിർഭയവും ആടാത്തതും ആക്കി മാറ്റണം. ഗുപ്തമായ ഓർമ്മയുടെ യാത്രയിലിരിക്കണം. അവ്യക്ത വതനവാസിയായ പരിഷ്ഠയാകുന്നതിനായി പരിധിയില്ലാത്ത സേവനത്തിൽ ദാദിജി ഋഷിയെ പോലെ തൻ്റെ ഓരോ എല്ലും സ്വാഹ ചെയ്യണം. വരദാനം: ആദ്യത്തെ ശ്രീമത്തിന്മേൽ വിശേഷ അറ്റൻഷൻ നൽകി ഫൗണ്ടേഷൻ ശക്തമാക്കുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ. ബാബ്ദാദയുടെ നമ്പർ 1 ശ്രീമത്താണ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അഥവാ ആത്മാവാണ് എന്നതിന് പകരം സ്വയം സാധാരണ ശരീരധാരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ ഓർമ്മ നിലനിൽക്കുകയില്ല. സാധാരണയായി 2 വസ്തുക്കളെ യോജിപ്പിക്കുമ്പോൾ ആദ്യം സമാനമാക്കുന്നു. അതേപോലെ തന്നെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഓർമ്മിക്കൂ. അപ്പോൾ ഓർമ്മ സഹജമാകും. ഈ ശ്രീമത്ത് തന്നെയാണ് മുഖ്യ ഫൗണ്ടേഷൻ. ഈ കാര്യത്തിന്മേൽ വീണ്ടും വീണ്ടും അറ്റൻഷൻ നൽകൂ. അപ്പോൾ സഹജയോഗി ആയി മാറും. സ്ലോഗൻ: കർമ്മം ആത്മാവിൻ്റെ ദർശനം ചെയ്യിക്കുന്ന ദർപ്പണമാണ്. അതിനാൽ കർമ്മത്തിലൂടെ ശക്തി സ്വരൂപത്തെ പ്രത്യക്ഷമാക്കൂ. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തം ആയിരുന്ന ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ബ്രാഹ്മൺ സോ ഫരിഷ്ത എന്നാൽ ജീവൻ മുക്തം. ജീവൻ ബന്ധനമല്ല. ദേഹത്തിൻ്റെ ബന്ധനം ഇല്ല. ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ ബന്ധനം ഇല്ല. ദേഹത്തിൻ്റെ പദാർത്ഥങ്ങളുടെ ബന്ധനം ഇല്ല. അഥവാ തൻ്റെ ദേഹത്തിൻ്റെ മോഹം സമാപ്തമാക്കി എങ്കിൽ ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെയും പദാർത്ഥത്തിൻ്റെയും ബന്ധനം സ്വയമേ തന്നെ സമാപ്തമായിക്കൊള്ളും. പരിശ്രമിക്കാം എന്നത് പാടില്ല. പരിശ്രമം എന്ന വാക്ക് തന്നെ തെളിയിക്കുന്നത് പഴയ ലോകത്തിൻ്റെ ആകർഷണമുണ്ട് എന്നാണ്. അതിനാൽ പരിശ്രമം എന്ന വാക്ക് സമാപ്തമാക്കൂ. ദേഹബോധം ഉപേക്ഷിക്കൂ. ബാബു പറയുന്നു, സ്വയം
ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ എനിക്ക് സമാനമായി എൻ്റെ സമീപം എത്തിച്ചേരും. അല്പസമയം ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാം. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായ ഞാൻ അജർ, അമർ, അവിനാശി ആത്മാവാണ്. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരമധാമം ആകുന്ന എൻ്റെ വീട്ടിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തെ 2 യുഗങ്ങളിൽ ഞാൻ സമ്പൂർണ്ണ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജന്മങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ആ സമയം സർവഗുണ സമ്പന്നമായിരുന്നു. സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ആത്മാഭിമാനിയായിരുന്നു. എന്നാൽ ദ്വാപര യുഗം മുതലുള്ള എൻ്റെ ജീവിത യാത്രയിൽ ആത്മവിസ്മൃതി കാരണം എൻ്റെ ഈശ്വരീയ സമ്പത്തുകൾ നഷ്ടമാകുവാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഈ അതിശ്രേഷ്ഠമായ സംഗമയുഗത്തിൽ സർവശക്തിവാനായ പരമാത്മാവ് എനിക്ക് സത്യമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഞാൻ ദേഹമല്ല, ആത്മാവാകുന്നു. ശാന്ത സ്വരൂപമാകുന്നു. സ്നേഹ സ്വരൂപമാണ്. ആനന്ദ സ്വരൂപമാണ്. ആനന്ദം എൻ്റെ സ്വഭാവമാണ്. സുഖം എൻ്റെ സമ്പത്താണ്. ഞാൻ സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഈ ദേഹത്ത് നിന്നും മാറി മുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു തിളങ്ങുന്ന ജ്യോതിയായി ഈ ദൃശ്യപ്രപഞ്ചത്തിനും ഉപരിയായി ആകാശമണ്ഡലവും കടന്ന് പരംധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു.
സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ സമ്പൂർണ്ണ ശാന്തിയുടെ ഈ ലോകം എൻ്റെ വീടാണ്. എൻ്റെ മുന്നിൽ സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം നൽകുന്ന ആനന്ദ സാഗരമായ ശിവപരമാത്മാവിനെ കണ്ട് ഞാൻ ആനന്ദിതമാകുന്നു. ആരെയാണോ ഞാൻ ജന്മജന്മങ്ങളായി ഓർമ്മിച്ചത്, ആരുടെ ദർശനത്തിനാണോ ജന്മജന്മങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്, ആ ഈശ്വരൻ്റെ സമീപത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബാബ, ബാബയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ബാബയുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിൽ ബാബയുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അളവറ്റ സുഖം ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട ബാബ, അങ്ങ് എൻ്റേതാണ്. ബാബയും എന്നെ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയായി അതിയായി സ്നേഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ ഈശ്വരീയ സ്നേഹത്തിൽ ഈശ്വരൻ്റെ സുഖദായി കിരണങ്ങളുടെ, ആനന്ദദായി കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സമ്പന്നമാകുന്നു, സമ്പൂർണമാകുന്നു. ആത്മവിസ്മൃതിയുടെ ജീവിത യാത്രയ്ക്കിടയിൽ നഷ്ടമായ സർവ ഈശ്വരീയ സമ്പത്തും എനിക്ക് തിരികെ പ്രാപ്തമാകുന്നു. ഞാൻ ആനന്ദിതമായി ഈ ദിവ്യ അനുഭൂതിയാൽ സംതൃപ്തമായി സാകാര ലോകത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നു. ദൃശ്യപ്രപഞ്ചത്തിലേക്ക് തിരികെ വന്ന് എൻ്റെ സാകാര ദേഹത്തിലേക്ക് വന്ന് മസ്തകമധ്യത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.